ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെയം ജനി. വീണ്ടും നമ്മളൊരു മാർക്കോ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാർക്കോ എപ്പോഴും മാർക്കോനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒരു വീഡിയോ എങ്കിലും ഒരു ദിവസം മാർക്കോനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നതിന് ഒരു കുറ്റ കാരണമേ ഉള്ളൂ. അത് പറയുന്നതിന് മുമ്പ് ആ ചോദ്യം ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്യണം. കാരണം പല ആളുകളും ഈ ചോദ്യം ചോദിക്കുന്നതിനൊപ്പം തന്നെ പല ഹോളിവുഡ് സിനിമകളും പല ബോളിവുഡ് സിനിമകളും ഒക്കെ പറയുന്നുണ്ട്. ഇന്ന പടം കണ്ടിട്ടില്ലേ, അത് കാണാത്തതിന്റെ പ്രശ്നമാണ്, ഇന്ന പടം കണ്ടു നോക്കൂ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോ ഇവിടെ ഇന്ത്യൻ സിനിമയാണെങ്കിൽ കില്ല് പറയുന്നവരുണ്ട്, ജോൺ വിക്ക് പറയുന്നവരുണ്ട്, അതുപോലെ വയലന്റ് മൂവികൾ ഒരുപാട്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കണ്ട് ഗ്രീൻ ഇൻഫേർണോ, സോ ഒക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ മറുപടി ഇത്രേ ഉള്ളൂ: ഇത് കണ്ട അവന്മാരും ഇവന്മാരും ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ആർമാദിക്കുന്ന പരിപാടിയല്ല. ആ പടമൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് മലയാളത്തിന്റെ പടമാണ്, നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പടമാണ്. ഇപ്പോ പല ന്യൂസ് ചാനലുകളിലടക്കം ഇതൊക്കെ വലിയ ചർച്ച. പീക്കട്രോളിന്റെ ഒരു വീഡിയോ ഉണ്ട്, 8 മിനിറ്റിൽ മുകളിലുള്ളതുകൊണ്ട് ഞാൻ റിയാക്ഷൻ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇവിടെ മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. എന്തായിരുന്നു ചാനൽ? ഏതാ? മീഡിയ വൺ ആണോ? എനിവേ നമ്മുടെ അതിന്റെ പേര് പോലും കിട്ടുന്നില്ലല്ലോ. ആ ചാനലിലാണ് വന്നിട്ടുള്ളത്. മീഡിയ 1 അല്ല, മറ്റേ അടച്ചിട്ടുള്ള ചാനലൊക്കെ ഉണ്ടല്ലോ, നിശാന്ത് റാവുത്തർ ഒക്കെ അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ചാനല്. മീഡിയ 1 തന്നെയാണത്. എനിവേ എന്തിലായിരിക്കോട്ടെ. അപ്പൊ അതിലൊക്കെ ഇരുന്ന് ഇത് വലിയ ചർച്ചകളാക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വയലന്റ് ഫിലിം ഇങ്ങനെ വരുന്നത് നല്ല കാര്യമല്ല, നമ്മളത് അതിനോട് എതിർപ്പാണ്. എതിർപ്പുള്ളവർ കാണണ്ടേ? കാരണം ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പറയുന്നത് വയലന്റ് ഫിലിം ആണ്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആണ്, അറ്റൻഡൻസ് ഉള്ളി 18 മുകളിൽ. താല്പര്യമുള്ള ആളുകൾ വന്നാൽ മതി. വീട്ടിൽ വന്നിട്ട് കൈയും കാലും കെട്ടി കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി കാണിപ്പിക്കലല്ലോ നിങ്ങളെ. അപ്പൊ വേണേ കണ്ടാൽ മതി, നിങ്ങൾക്ക് താല്പര്യമില്ലേ കാണണ്ട. ചില ആൾക്ക് പ്രണയ സിനിമകൾ കാണാൻ താല്പര്യം ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ആക്ഷൻ ഫിലിംസ് കാണാൻ ഇഷ്ടമുണ്ടാവില്ല, ചില ആൾക്ക് ഫാമിലി ഡ്രാമ കാണാൻ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ത്രില്ലേഴ്സ് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് വയലൻസ് ഇഷ്ടമുണ്ടാവില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങളുടെ താല്പര്യം. നിങ്ങളോട് ആരും 150-200 മുടക്കി നിർബന്ധമായിട്ട് കണ്ടേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇത് രാജ്യത്ത് നിന്ന് പുറത്താകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സോ കാണാൻ താല്പര്യമില്ല ഉള്ള അവന്മാർ കണ്ടാൽ മതി. പിന്നെ ഈ ഉണ്ണിമൂന്നിനോട് പേഴ്സണലി വിഷയമുള്ള രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളും അതൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ സമാജം സ്റ്റാർ എന്ന് പറഞ്ഞിട്ടും, അതുപോലെ ഈ എന്താ പറയാ, മറ്റേ നമ്മുടെ മാളികപ്പുറം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ BJP കണക്ഷൻസും ആ രീതിയിലൊക്കെ സംസാരങ്ങൾ കേട്ടിരുന്നു. മാർക്കോയിൽ പക്ഷെ അത്തരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ അല്ലാത്ത ഒരുപാട് ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. ഒന്നും വേണ്ട, ഇതിന്റെ പ്രൊഡക്ഷൻ ഷെരീഫ് മുഹമ്മദാണ്, ഇതിന്റെ സംവിധാനം ഹനീഫ് അദാനിയാണ്. ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ സംഭവം. ഇവരില്ലെങ്കിൽ ഒന്നുമില്ല. അവര് ഉണ്ണിമുതലിനെ സ്റ്റാർ ആക്കിയൊരു നായകനാക്കിയൊരു പടം ചെയ്യുന്നു. ഇവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം പിന്നെ എന്തിനാണ് നമുക്ക്? വേണമെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ കാണണ്ട. പടം മോശമാണെങ്കിൽ നമ്മൾ മോശം എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് അംഗീകരിക്കും വേണം. അല്ല നിങ്ങൾക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അല്ലാതെ പടത്തിനെ മൊത്തം മോശമാക്കിയിട്ട് വയലൻസ് പറയുമ്പോൾ നല്ലതല്ല, സമൂഹത്തിന് നല്ലതല്ല, വളർന്നു വരുന്ന ആൾക്കാർക്ക് നല്ലതല്ല പറഞ്ഞാൽ ഇതുമാതിരി. ആ പണ്ടത്തെ സിനിമകളൊക്കെ എന്തായിരുന്നു? വയലൻസ് പോട്ടെ, എന്തൊക്കെ തോന്നിയത് കാണിച്ചിരുന്നത് വെറുതെ തന്നെ. ഓക്കെ, എനിവേ ഇതിലെ ഫാമിലി ടീസർ വന്നിട്ടുണ്ട്. അതാണ് എല്ലാവരും റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡി? ശരിക്കുള്ള സ്വാതന്ത്ര്യം, സൗണ്ട് കൊല്ലാനുള്ള സ്വാതന്ത്ര്യം. വളരെ ക്രൂവലായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. എനിക്കറിയാം. നമ്മളിത് കണ്ടെത്തും. ഇത് രണ്ടും ചെയ്ത ആരാണ്? വിക്ടർ എന്റെ ചോരയാണ്. അവൻ എന്റെ കൂടെ പറപ്പാണ്. ഇവിടെയുള്ളവരൊക്കെ നിന്നെ വെറും അന്യമായി കണ്ട് ഒഴിവാക്കുക. മാർക്കോ, നിന്നെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. അവന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു. കുടുംബത്തിനെതിരെ ആര് നിന്നാലും തീർത്തേക്കണം. അത് പുറത്തുനിന്നാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും. അടാട്ട് കയറി ജോർജിന്റെ തടി കേടാക്കാൻ പറ്റിയ മിടുക്കന്മാരൊന്നും ഈ അങ്ങാടിയിലില്ല. It is not that easy, John. If they have dared to murder a business tycoon's brother, then their mind should be brutal and sharp. യുദ്ധത്തിനാണെങ്കിലും സമാധാനത്തിനാണെങ്കിലും ജോർജിനൊപ്പം മാർക്കുണ്ടോ? നൂറ് കോടി ക്ലബിലാണെന്ന് പടം കയറിയിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ടും ഒരു പടം 100 കോടി ക്ലബിൽ കയറുമ്പോൾ എത്ര സന്തോഷം തോന്നുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. കാരണം നമ്മളൊരു സിനിമ കണ്ട് ഇത് അതിനുള്ളത് ഉണ്ടല്ലോ. കാരണം
എത്രയോ സിനിമകൾ 100 കോടിയോ 1000 കോടി 1800 കോടിയൊക്കെ ഉണ്ട് ചില സിനിമ. എന്തിനാണെന്നൊരു പിടുത്തമല്ല. 1799 കോടിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കത് പേഴ്സണലി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സിനിമകൾ ഒരു 100 കോടിയൊക്കെ വരുമ്പോഴേക്ക് ഇത് ഡിസേർവ്ഡ് ആണ്. സോ അത് അത്ര എന്നുള്ളൊരു സന്തോഷം വരുന്നത്. ഇതിൽ എപ്പോഴും പറഞ്ഞു വെക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എപ്പോഴും ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ സ്റ്റാറിനെ മാത്രം പലരും എടുത്തു പറയുന്നുണ്ട്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ആ താഴത്തെ ലെവലിൽ നിന്ന് പെട്ടെന്ന് കയറിയപ്പോൾ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അപ്പം മറന്നു പോകുന്ന 2 പേരുകളാണ്. ഒന്ന് ഷെരീഫ് മുഹമ്മദ്, ഇത്രയും വലിയൊരു സിനിമ ഇത്ര റിസ്ക് എടുത്ത് ഇത്ര പൈസ മുടക്കി അതിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത ടീം. പിന്നെ 2 നമ്മുടെ ഹനീഫ് അദാനി നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പുള്ളി അമ്മ പരിപാടി ചെയ്തിട്ടുള്ളത്. 3 കിങ്സ്ലി അല്ലെ, എന്താണ് ഞാൻ പേര് മാറി പറഞ്ഞിരുന്നു. അത് പിന്നെ കുറെ ആളുകൾ ക്ലിയർ ആക്കിയിരുന്നു. അപ്പൊ പുള്ളി നമ്മുടെ ഇതിന്റെ ആക്ഷൻ കൊറിയോ, പിന്നെ ഇതിലെ മേക്കപ്പ് മാൻ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, മറ്റേ ടീം, കോസ്റ്റ്യൂംസ്, ആർട്ട് വർക്ക്, ഇവരൊക്കെ നമ്മളോട് പറയണം. എഡിറ്റിംഗ് ടീം, ക്യാമറ എന്ന് പറയുമ്പോൾ ഓക്കെ ഡയറക്ടർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, ഫ്രെയിമിങ് കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള പരിപാടിയാണ്. അത് ഈ സിനിമയിൽ എന്ത് ഭംഗിയായിട്ട് ഒരു ഹോളിവുഡ് ടച്ച് ഉള്ള ഫ്രെയിംസ് ആണ്. ഒരു സ്റ്റിൽ നമുക്ക് ഈ നമ്മൾ പറയില്ല, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോസ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ നമുക്ക് ആ ഒരു ഭാഗം എടുത്ത് ഒരു ഫ്രെയിം ചെയ്ത് വെക്കാം. അത്ര ഭംഗിയിലാണ് ഓരോ സ്ക്രീൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആ കളറിന്റെ ഒരു കോമ്പിനേഷൻ എന്ത് മനോഹരമായിട്ടാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറെ കാര്യങ്ങളിൽ പറയാനുണ്ട്. ഇനി ഈ ഇതിൽ തന്നെ ഈ ടീസിൽ തന്നെ കാണുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ടല്ലോ, അത് ഒന്ന് ഇപ്പോഴും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കേട്ടോ, അതിനാണ് ഞാൻ പിന്നെയും എടുത്ത് പറഞ്ഞത്. ഒന്ന് നമ്മുടെ സിദ്ദീഖ പറയുന്ന ഒരു സാധനം, അതായത് ഈ വീടിന് എനിക്കറിയത്തില്ല അവർക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇറങ്ങിയിട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. ഗണ്ണങ്ങനെ കറക്കിയെടുത്തൊരു ഷോട്ടൊക്കെ ഉണ്ട്. ഓ എന്ത് രസം. അതേപോലെ പിറകുന്ന ഇങ്ങനെ വന്നിട്ട് മറഞ്ഞിരുന്നിട്ടുള്ള ഒരു അറ്റാക്ക് ഭയങ്കര സംഭവമാണ്. പിന്നെ പലരും പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു അത് ശരിക്കും നെഗറ്റീവ് തന്നെയാണ്. അതൊക്കെ നമുക്ക് അവിടെ ഒഴിവാക്കി വിടാവുന്നതേ ഉള്ളൂ. ഒന്നും വലിയ സംഭവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത്രയും മനോഹരമായിട്ട് ചെയ്തൊരു സംഭവത്തിൽ ചെറുതൊന്നും നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം വളരെ മോശം ഒരു സിനിമയാണെങ്കിൽ ചെറിയ സാധനം വരെ നമുക്ക് കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇതിലൊന്നും ഇല്ല. അതായത് ആ വീട്ടിൽ വന്നിട്ട് വില്ലൻ എന്തായാലും പുള്ളിക്കാരൻ വന്നതിന് ശേഷം നിരപ്പാക്കി ആ വീടിനെ നിരകാക്കിയിട്ട് പോവാണ്. അതിനുശേഷം ഈ ഉണ്ണിമുകുന്ദന്റെ ഇവിടെ ഒരു കത്തിയോണ്ട് കുത്തുന്നുണ്ട്, ഇവിടെ കുത്തിറക്കുന്നുണ്ട്. അവിടെ ഒന്നും ഉണ്ണി തിരിച്ചടിക്കാതെ അവിടെ നിന്ന് ഡൗൺ ആയിട്ട് പിന്നെ കുളിച്ച് റെഡി ആയിട്ട് നേരെ പോക്ക്. അപ്പൊ ഈ ഇതിന്റെ ഒരു സംഭവം കാണിക്കില്ല. കത്തി കുത്തിനെ ഇറക്കുക ഒന്നും കാണിക്കുന്നില്ല. ചെറിയൊരു ഗ്യാപ്പ് എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് പുള്ളി ഭയങ്കര തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് രസമായിരുന്നു എന്ന് തോന്നി. അതൊരു ലോജിക് പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു പ്രോബ്ലം ആയിട്ട് ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആ സിനിമ കാണുമ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. സത്യമായിട്ട് അതാണ് പറയാനുള്ളത്. ഈ നെഗറ്റീവ്സ് സാധനങ്ങളൊന്നും ചിന്തിക്കണം. ഇപ്പൊ ഇതിൽ തന്നെ ഉണ്ട്, അൻവർ എന്ന് പറഞ്ഞ കൂട്ടുകാരന്റെ കൈ മുറിച്ചതിന് ശേഷം അൻവർ നിനക്ക് വേദനിക്കണ്ട. അത് ഒരു ടിപ്പിക്കൽ ഉണ്ണിമുകുന്ദൻ അവിടെ കണ്ടു. ആ മാർക്കൊന്ന് ക്യാരക്ടറിന്ന് മാറട്ടെ, അത് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. വീണ്ടും അൻവർ നിനക്ക് കൈ മുറിച്ചവിടെ ഇട്ടുണ്ട്. അൻവർ വെച്ചിട്ട് ഇങ്ങനെ പട്ടി കൈ മുറിച്ചെനിക്ക് ഇങ്ങനെ ഇട്ടിട്ട അവസ്ഥയിൽ വേദനക്കുണ്ടോ നാളാ ചോദിക്കുന്ന വെച്ചിട്ട് അവൻ എന്തായാലും ഇപ്പൊ കുത്തിക്കൊന്നേനെ. പക്ഷെ അത് കഴിഞ്ഞ് 3ാമത്തെ അൻവർ വേദനക്കുണ്ട്. അൻവർ നിനക്ക് വേദനക്കുണ്ടാന്ന് വെച്ചിട്ട് ഇത് ഇറങ്ങിയിട്ടൊരു വരവുണ്ട്. എന്നിട്ട് സീൻ ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആ സീൻ ഭയങ്കരമാണ്. അവിടെ അൻവർ നിനക്ക് വേദനക്കുണ്ടാവുള്ള 2 ഡയലോഗ് എന്തിന് നമ്മൾ അതിന് തൂങ്ങി നിൽക്കണം? അതാ വൈക്ക് പോട്ടെ. അതേപോലെ തന്നെ ഇതൊന്നും ചിന്തിക്കാനുള്ള സമയം തരുന്നില്ല. കാരണം അടുത്ത പണി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അമ്മാരി പണിയാണ്. അതിനുള്ള എവിടെ ചിന്തിക്കണം? അപ്പോൾ ഇതൊക്കെ വെറുതെ നെഗറ്റീവ്സ് ആയിട്ട് പല ആളുകളും പറയുന്നുള്ളതേ ഉള്ളൂ. അതല്ല, ഇതിൽ പറയുന്ന കുറെ ഡയലോഗ്സ് ഉണ്ട്. ആ ഡയലോഗ് ഡെലിവറി അതൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പൊ സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും ജോർജിന്റെ കൂടെ മാർക്കോ ഉണ്ട് എന്ന് പറയുന്ന സാധനങ്ങൾ, അതൊക്കെ ചെറിയ ചെറിയ ഡയലോഗ്സ് ആയിട്ട് തോന്നും. പിന്നെ ഞാൻ റിവ്യൂ പറഞ്ഞപ്പോൾ തുടക്കത്തിൽ പറയുന്നത് വിട്ടുപോയൊരു സംഭവം, പിന്നെ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ആ കാര്യത്തിൽ. അത് തുടക്കത്തിൽ ഇതില് മാർക്കോയുടെ അനിയനായിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ കണ്ണു കാണാത്ത ഒരു ക്യാരക്ടറാണല്ലോ. അപ്പൊ അയാളുടെ കൂട്ടുകാരൻ സംഭവിക്കുന്ന ഒരു കൊലപാതകം ഉണ്ട്. സ്പോയിലർ ഒന്നുമല്ല. അതിന് ശേഷമുള്ള കുറച്ച് സീൻ ഉണ്ട്. അത് രാത്രി നടന്ന സംഭവങ്ങൾ, അവിടെയുള്ള ആ കാറ്, അവിടെയുള്ള ആളുകള്, അതും ഇത് പകൽ പോലീസ് വന്ന് അന്വേഷണമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിച്ചിട്ടുണ്ട് അവിടെ. സൂപ്പർ പരിപാടി. അവിടെ മനസ്സിലായി ഇത് വേറെ ലെവലായിരിക്കും പടം. കാരണം അമ്മാതിരി സീനാണ്. ആ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത് ഭയങ്കര ഭംഗിയുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് രാവിലെ പകലാവും പോലീസുകാരുടെ അടുത്തായിരിക്കും. അത് കഴിഞ്ഞ് അവൻ നേരെ പോണത് അതിന്റെ ബാക്കിയാണ്. ഭയങ്കര കണക്ഷൻ കൊടുത്തിങ്ങനെ കൊടുത്തൊരു സീനുണ്ട്. അതെന്ത് സീനാണ്, സൂപ്പർ സീനാണ്. അതല്ലാണ്ട് കൊല്ലുന്നതും മറ്റു സംഭവങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. അതിലൊന്നും ഒന്നും പറയാനില്ല. സാധനം വേറെ ലെവലാണ്. അപ്പോൾ പല ആളുകളും കമന്റ് നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ടാവും. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ശരിയാണ്, OTT ഇറങ്ങുമ്പോൾ പല ആളുകളും ഇപ്പോൾ ഇവിടെ കട്ടേഴ്സ് സീനൊക്കെ OTT ഉണ്ടാവും, അപ്പൊ കാണാലോ, ഏറ്റവും ഫുൾ ആയിട്ട് കാണാനൊക്കെ വിചാരിക്കുന്നുണ്ട്. സംഭവം ശരിയായിരിക്കും. നിങ്ങൾ അതിൽ കാണാത്ത പല സാധനങ്ങളും ചിലപ്പോൾ ഇവിടെ കാണുമായിരിക്കും. തിയേറ്ററിൽ കാണാത്ത പല സീൻസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്
മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അത് ഒരിക്കലും ഒട്ടിൽ കിട്ടും നിങ്ങൾ വിചാരിക്കരുത്. ഇനി ഏറിപ്പോൾ നല്ല പൈസക്കാരൊക്കെ വലിയ സ്ക്രീനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലും കിട്ടായിരിക്കും. എന്നാൽ പോലും തിയേറ്റർ എക്സ്പീരിയൻസ്, ആ സൗണ്ട്, പിന്നെ കുറെ ആളുകൾ കൂടി ആ ഒരു അലർച്ചയിൽ കാണുന്ന ഫീൽ അത് കിട്ടില്ല. സോ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുപാട് ലേറ്റ് ആയി ഉണ്ടാവും. തുടക്കത്തിൽ കാണുകയാണെങ്കിൽ ആ ഫാൻസിന്റെ കൂടെയും അല്ലെങ്കിൽ ആ ഒരു ആവേശത്തോടു കൂടി കാണുന്നത് ത്രില്ല് ഇപ്പൊ കിട്ടില്ല. ആൾ കുറച്ച് ചിലപ്പോൾ കുറവുണ്ടാവാം, അല്ലെങ്കിൽ അത്തരത്തിലോട്ട് ഒന്നും കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ ഒരു മിസ്സിങ് ഓൾറെഡി നിങ്ങൾക്ക് വന്നു. തിയേറ്ററിൽ നിങ്ങൾ കാണാതെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീലും നിങ്ങൾക്ക് മൊത്തത്തിൽ നഷ്ടപ്പെടും. ആ ഒരു സ്ക്രീൻ പ്രസൻസും സാധനങ്ങളൊക്കെ അത് പറഞ്ഞറിയാൻ കഴിയില്ല. സോ മാക്സിമം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ബിക്കോസ് മസ്റ്റ് വാച്ച് ഫിലിം. അത് വീണ്ടും പറയുന്നു, വയലൻസ് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. വയലൻസ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റൂല. ഇത് പക്ക വയലൻസ് മൂവിയാണ്. വയലൻസ് എവിടെയെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ടിട്ട് ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ചോദിച്ചേക്കാം. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീനുണ്ട്. അത് വയലൻസ് പക്ക പീക്ക് ലെവൽ വയലൻസ് തന്നെയാണ്, മലയാളത്തിൽ പ്രത്യേകിച്ച്. സോ വീണ്ടും പറയുന്നു, മസ്റ്റ് വാച്ച് ഫിലിം. നിങ്ങളുടെ അഭിപ്രായം തന്നെ മറക്കാൻ കമന്റിൽ രേഖപ്പെടുത്തുക. ഇനിയും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. സിനിമ ഒന്നിൽ കൂടുതൽ തവണ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്തും വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.